ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. യേശു അത്ഭുതം ചെയ്യുന്നു കൊല്ലത്ത് TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും. ക്രാവൻ സ്കൂളിന് സമീപമുള്ള CSI ഓഡിറ്റോറിയത്തിൽ വെച്ച് ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു. 2016 ഒക്ടോബർ 8 രാവിലെ 9 മുതൽ 2 വരെ. കടന്നുവരുവിൻ, അനുഗ്രഹം പ്രാപിപ്പിൻ. ബ്രദർ അനി ജോർജിനെ നേരിൽ കണ്ട് കൗൺസിലിംഗ് ചെയ്യുവാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അനേക ഫോൺ കോൾസ്, ദൈവം സൗഖ്യമാക്കി, ദൈവം പ്രശ്നങ്ങൾ എടുത്തു മാറ്റി, ജപ്തികൾ മാറിപ്പോയി. ദൈവവചനവും ദൈവവും ചെയ്യുന്ന ഭയങ്കര വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. നിങ്ങൾ പ്രതീക്ഷിക്കണം. നിങ്ങളുടെ ശൂന്യതകളെ മാറ്റി, പരാജയങ്ങളെ മാറ്റി ദൈവം വലിയവ ചെയ്യാൻ പോവുക. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ദൈവത്തിൻ്റെ കരത്തിലോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണും അടച്ചാണ്. കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഈ TV ശുശ്രൂഷ സ്പോൺസർ ചെയ്ത ഫാമിലിയെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം അവരുടെ കൂടെ ഇരിക്കണം. അവർ ദൈവകരങ്ങളിൽ സമർപ്പിച്ച 3 വിഷയത്തെ കർത്താവിൻ്റെ കൈ തൊടണം. ഇപ്പോൾ തന്നെ ആമീൻ. സൗഖ്യം നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ, വിജയമുണ്ടാകട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ഇന്നത്തെ വചനം നിങ്ങൾക്കുള്ള വചനമാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനിക്കുന്നത്. 6-ാം വാക്യമാണ് പ്രസംഗം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 1 to 6 6-ാമത്തെ വാക്യമാണ് വചനധ്യാനം. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നു കൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിന്നുകൊണ്ട് അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാടെന്ന വാക്കിൻ്റെ അർത്ഥം മറ നീക്കുക എന്ന. ഉൽപ്പത്തി മുതൽ മനുഷ്യകുലത്തിൻ്റെ ചരിത്രം ബൈബിൾ എഴുതി തുടങ്ങി. ഒടുവിൽ മരണത്തിന് മാറ്റാൻ കഴിയാത്തൊരു ജീവിതം മനുഷ്യനുണ്ടെന്ന് എഴുതി അവസാനിപ്പിക്കുന്ന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നീചനായ ഡൊമിഷ്യൻ ചക്രവർത്തി യോഹന്നാൻ എന്ന അപ്പോസ്തോലനെ അതിമൃഗീയമായി ഉപദ്രവിച്ച ശേഷം പത്മോസ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തി. തടവുപുള്ളികളെ നാടുകടത്തുന്ന സ്ഥലമാണ് പത്മോസ്.
അവിടെ കുത്തിക്കൊല്ലുന്ന തേളുകളും കൊത്തിക്കൊല്ലുന്ന പാമ്പുകളും കൊത്തിപ്പറിക്കുന്ന കഴുകന്മാരുമുണ്ട്. ഒരുത്തനെ അങ്ങോട്ട് കിട്ടിയാൽ മിനിറ്റുകളകം തേള് കുത്താൻ തുടങ്ങും, പാമ്പ് കൊത്താൻ തുടങ്ങും, കഴുകൻ കൊത്തിപ്പറിക്കാൻ തുടങ്ങും. ഒരു മനുഷ്യനെ ഇട്ടാൽ മണിക്കൂറുകൾക്കകം നൂറുകണക്കിന് കഴുകന്മാർ വന്നുകൂടി അവനെ അസ്ഥിമഞ്ജനമാക്കി താഴെയിടും. ഒറ്റപ്പെടലും ഭീകര അന്തരീക്ഷം കണ്ടപ്പം യോഹന്നാൻ നിലവിളിച്ചെന്ന് എഴുതിയേക്കുന്നേ, കർത്തൃ ദിവസം അവൻ ആത്മാവിൽ നിറഞ്ഞു. ഒറ്റപ്പെടലുകൾ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം കൈവിട്ടതല്ല. ആമീൻ. ദുഷ്ടൻ ഉണ്ടാക്കുന്ന ഏത് അന്തരീക്ഷത്തിനകത്തും ദൈവമക്കൾ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാക്കണം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അർത്ഥം നമുക്കൊന്നും ചെവിയില്ലെന്നാണ്. എല്ലാവർക്കും രണ്ട് ചെവിയുണ്ട്. ചില കേൾക്കുന്നതുകൊണ്ട്, ഒത്തിരി കേൾക്കുന്നവരുണ്ട്, കേൾക്കരുതാത്തത് മാത്രം കേൾക്കുന്ന ചെവിയുണ്ട്. എന്നാൽ എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? സ്തോത്രം. ഇവിടെ ഉള്ള ആർക്കും ചെവിയില്ലെന്നല്ല, ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. 3 ശബ്ദങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. 1 മാനുഷിക ശബ്ദം, 2 പൈശാചിക ശബ്ദം, 3 ദൈവത്തിൻ്റെ ശബ്ദം. ഇവിടെ മാനുഷിക ശബ്ദം വേണ്ട, പൈശാചിക ശബ്ദം വേണ്ട. ഇവിടെ വേണ്ടത് ഒന്നാണ്, ദൈവശബ്ദം. അത് കാതോർക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആത്മാവ് സഭയോട് പറഞ്ഞ പോലെ ഇന്ന് പ്രാർത്ഥിക്കുന്ന ചിലരോട് എൻ്റെ ദൈവത്തിന് സംസാരിപ്പാനുണ്ട്. നിന്റെ ഭാവി അസ്തമിക്കാൻ പോകുകയല്ല എന്ന ദൈവത്തിന്റെ ശബ്ദം. അത് ഇതിനകത്ത് വെളിപ്പെടുന്നോണ്ട് ആർത്ത് വിളിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞ് കൈകൊടുത്ത് പറ, ദൈവശബ്ദം കേൾക്കാൻ കൊതിക്കാൻ പറ. മാനുഷിക ശബ്ദം നമ്മളെ നിരാശപ്പെടുത്തും. പൈശാചിക ശബ്ദം നമുക്ക് ഭീകര അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ദൈവശബ്ദം വരുമ്പോൾ ഈ 2 ശബ്ദത്തെ തള്ളി നീക്കും. ഇന്ന് നിന്റെ കൂടാരത്തിനകത്ത് ഭീകരത വെളിപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നീ ഇന്ന് ദൈവശബ്ദത്തിനായി പ്രാർത്ഥിക്കുക. നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ ഓടി ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലണം. എനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് പ്രസംഗം തുടങ്ങുന്നു. എല്ലാ ദിവസവും നമുക്ക് TV പ്രോഗ്രാം ഉണ്ട്. ഒരു ദിവസം പ്രാർത്ഥിക്കാൻ ദൈവസന്നിധി കയറിയിരുന്നു, കർത്താവിനോട് അരുളപ്പാട് ചോദിക്കാൻ. മാനുഷിക ശബ്ദം വെച്ച് ചോദിച്ചാൽ പറയും, നിങ്ങളായിട്ട് ഒരു ദിവസം ഇത്രയും പ്രോഗ്രാം നടത്തുന്നേ, ഇത്രയൊന്നും വേണ്ട, കുറച്ചാൽ മതി, പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം. പിശാച് പറഞ്ഞാൽ പറയും, മുഴുവൻ നിർത്തിയാല് ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. ദൈവത്തോട് ചോദിച്ചാൽ കറക്റ്റ് പറയും. ദൈവത്തോട് ചോദിച്ചപ്പം ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു, 100/30. അവിടെ അതെന്തുവാ? ഞാൻ എൻ്റെ അന്നേരം എഴുതുന്ന ബുക്കിൽ 100/30. എനിക്കും അറിയത്തില്ല എന്തുവാ. പക്ഷെ എപ്പോഴും പ്രാർത്ഥിക്കുമ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു 100/30. എന്താണെന്നറിയത്തില്ല. മെഡിസിന് പഠിക്കാൻ ഒരു കുഞ്ഞു പോകുക, കുഞ്ഞിന് വേണ്ടി എങ്ങും അഡ്മിഷൻ കിട്ടാതെ ഒരു ദിവസം അലഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നു. ഗ്ലോറി. വീട്ടിൽ വന്നപ്പം പരിശുദ്ധാത്മാവ് ഒരു കോളേജിൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, നിന്റെ മോക്ക് അവിടെ ഒരു സീറ്റ് ദൈവം ഒരുക്കിയിട്ടുണ്ട്, അവൾ മെഡിസിന് പഠിക്കും, അവൾ ഡോക്ടറാകും. ആ മനുഷ്യൻ എൻ്റെ വലത് കൈക്ക് വിളിച്ചോളിഞ്ഞ്, അങ്ങനെ എൻ്റെ മോൾ ആ കോളേജിൽ പഠിച്ച് ഡോക്ടറായാൽ അവൾ പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് 100 എപ്പിസോഡ് ഞാൻ നടത്തും. 1ാമത്തെ 100 വെളിപ്പെട്ടു. ഒരാമീൻ പറയണം. ഞാൻ നിന്നോട് കർത്താവിൻ്റെ ദൂത് പറയാം, മാനുഷിക ശബ്ദം തളർത്തുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം ഇതിനകത്ത് വെളിപ്പെടുക. മനസ്സിലാക്കുന്നവരെ ഒന്നിച്ച് ആമീൻ പറയാവൂ. ഇവിടെ നോക്ക്, ശമൂവേലിന്റെ 1-ാം പുസ്തകം പഠിക്കുമ്പോൾ ഏലി പുരോഹിതന്റെ കണ്ണ് മങ്ങിപ്പോയി, ദർശനം മങ്ങി. ഏലിയുടെ മക്കൾ സഭായോഗം നിർത്തുന്നവന്മാരാ. സ്തോത്രം. ഏലിയുടെ കാലത്ത് ദർശനങ്ങൾ ഏറെയില്ല, വചനം ദുർലഭമായിരുന്നു. 1-2-3 വാക്യങ്ങൾ വായിക്കണ്ട. ഏലിയുടെ കണ്ണ് മങ്ങിയാലും ഏലിയുടെ പിള്ളേര് സഭായോഗം നിർത്തിച്ചാലും, സ്തോത്രം, ദർശനങ്ങൾ ഏറെയില്ലെങ്കിലും വചനം ദുർലഭമാണെങ്കിലും ശമൂവേൽ കിടക്കുന്നിടത്ത് ദൈവശബ്ദമുണ്ട്. വിശ്വസിക്കുന്നവർ ഒന്ന് ചാമിയും പറയണം.
ഏതൊക്കെ പ്രതിസന്ധി നടുവിലുണ്ടെങ്കിലും അതിന്റെ നടുവിലും കേൾക്കുന്നവൻ ദൈവശബ്ദം കേൾക്കും. തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ചിലരോട് ദൈവം തന്റെ ശബ്ദം അയക്കാൻ പോകുക. കാദേശ് മരുഭൂമിയെ നടുക്കുന്ന ശബ്ദം, വനങ്ങളെ തോലുരിക്കുന്ന ശബ്ദം, വാൻപേടകളെ പ്രസവിപ്പിക്കുന്ന ശബ്ദം പ്രാർത്ഥിക്കുന്ന നിന്റെ കാതുകളിൽ കേൾക്കട്ടെ. ഗ്ലോറി. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. അപ്പൊ 100 വെളിപ്പെട്ട് ഇനി ബാർ 30 വെളിപ്പെടണമല്ലോ. 100 വെളിപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അടുത്ത 30 TV പ്രോഗ്രാം തന്നെയാ. ഗ്ലോറി. കഴിഞ്ഞ തിങ്കളാഴ്ച ഒരാൾ എന്നെ വിളിച്ചു, ബ്രദറെ ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വിളിക്കുന്നത്, എൻ്റെ ഒരു വസ്തു വിൽക്കാതെ കിടക്കുക, ഒന്ന് പ്രാർത്ഥിക്കണം. വസ്തു വിറ്റാൽ 30 എപ്പിസോഡ് ഞാൻ നടത്തും. ഞാനപ്പോൾ പറഞ്ഞു ഞാൻ കണ്ടു 100/30. പുള്ളി പറഞ്ഞു കണ്ടെങ്കിൽ നടക്കും. പിറ്റേന്ന സ്ഥലത്തിന് അഡ്വാൻസായി. വെള്ളിയാഴ്ച അവർ ഇവിടെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ സ്നാനപ്പെട്ടു. അവിടെ കയറി എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു അഡ്വാൻസ് സ്ഥലത്തിന് കിട്ടി, 1 എപ്പിസോഡ് തരുന്നു, 29 എണ്ണം അടുത്ത 1 മാസത്തിനകത്ത് കയ്യിൽ തന്നിരിക്കും. മാനുഷിക ആലോചന തളർത്തുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടിന് ചെവി കൊടുക്കുക. ഞാൻ തുറന്ന് പ്രസംഗിക്കാം. ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. ആർ യു റെഡി? ആർ യു റെഡി? ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. മാനുഷിക ശബ്ദങ്ങളെ ഭേദിക്കുന്ന ഒരു ശബ്ദം ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. നിന്റെ തലമുറയോട് സംസാരിക്കാനുണ്ട്, നിന്റെ കുടുംബത്തോട് സംസാരിക്കാനുണ്ട്, വ്യക്തിയോട് സംസാരിക്കാനുണ്ട്. നീ വിളിച്ചു പറ, ആ ശബ്ദം കേൾപ്പിക്കേണ്ട ദൈവം. ഈ യോഹന്നാനെ പത്മോസിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടേക്ക് വരാൻ പോവാ. തിരുവല്ല ചർച്ചിലൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു. മല്ലപ്പള്ളിയിലൊരു സാബു ബ്രദറും ഫാമിലി സ്റ്റുഡൻറ്റ് വിസായി കാനഡയിൽ പോയി. ഫാമിലിയായിട്ട് കാനഡയിൽ പോകാനുള്ള പേപ്പറുകൾ സബ്മിറ്റ് ചെയ്തു. അവിടുത്തെ എമിഗ്രേഷൻ വിസ റിജക്റ്റ് ചെയ്തു. ഇനിയും കൊടുത്താൽ എടുക്കത്തില്ല. ഒരു ദിവസം ഓൺലൈനിൽ കോട്ടയത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗത്തിൽ പരിശുദ്ധാത്മാവ് ഇവിടെ പറഞ്ഞു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുമെന്ന്. എന്നാ പെങ്കൊച്ച് പറഞ്ഞ സാക്ഷ്യമാ. കാനഡയിൽ നിന്ന് വന്നിട്ട് സാക്ഷി പറയുക. അത് പിടിച്ചപ്പോൾ അവൾ പറഞ്ഞ ആ വചനം കയ്യിലിങ്ങി പിടിച്ചു. ഗ്ലോറി. എന്നിട്ട് അദ്ദേഹം പുള്ളിക്കാരത്തി പറയാ പിടിച്ച ദൂത് ഇടത്തെ കയ്യിലോട്ട് കൈമാറി ഇങ്ങനെ പിടിച്ചോണ്ട് വലത് കൈ കൊണ്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു, അങ്ങോട്ട് കൊടുത്തു. ഒന്നും ചോദിച്ചില്ല. ഈ ബുധനാഴ്ച ഫാമിലിയായി കാനഡയ്ക്ക് പോവാ. ഞാൻ എന്തിനാ ഇത് നിന്നോട് പറയുന്നത്? ദൈവത്തിന് സംസാരിക്കാനുണ്ട്, ദൈവത്തിന് സംസാരിക്കാനുണ്ട്. എന്നോട് കർത്താവ് പറയും അന്തരീക്ഷം മാറും, നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറും, നിന്റെ ആത്മീക അന്തരീക്ഷത്തിന്റെ സ്ഥിതി മാറും. നിന്റെ കൂടാരത്തിനകത്ത് മാനുഷിക ശബ്ദം നിന്നെ ഭാരപ്പെടുത്തുന്നു, പൈശാചിക ശബ്ദം നിന്നെ നിരാശപ്പെടുത്തുന്നു. എന്നാൽ അതിന്റെ ഇടയിലൂടെ മറ്റൊരു ശബ്ദം, അത് ദൈവത്തിന്റെ. ഡൊമിഷ്യൻ ചക്രവർത്തിയാൽ യോഹന്നാൻ പത്മോസിലെത്തി. കർത്തൃദിവസത്തിൽ യോഹന്നാൻ ആത്മപൂർണതയിലെത്തി. അപ്പം ദർശനങ്ങൾ കാണാൻ തുടങ്ങി. വെളിപ്പാട് പുസ്തകത്തിലെ ഹൃദയഹാരിയായ രംഗം. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഡൊമിഷ്യ, ഭൂമിയും തമ്മിലുള്ള ബന്ധത്തിന്റെ വാതിൽ നീ അടച്ചാൽ ആത്മാവിൽ നിറയുന്ന എനിക്ക് വേണ്ടി സ്വർഗത്തിലൊരു വാതിൽ തുറന്നു. ഇതാ ദൈവശബ്ദത്തിന്റെ മഹിമ. അറിയുന്നവൻ സ്തോത്രം ചെയ്താട്ടെ. ആരൊക്കെ നിന്റെ ഭാവിക്ക് വാതിൽ അടച്ചിട്ടാലും ഇന്ന് പകൽ ദൈവത്തിന് ഒന്നേ സംസാരിക്കാനുള്ളൂ. നിനക്കൊരു വാതിൽ സ്വർഗത്തിൽ തുറന്നിരിക്കുന്നു. ചില വീടുകൾക്കകത്ത് ദൈവശബ്ദം മുഴങ്ങും. കാദേശ് മരുഭൂമിയെ നടുക്കിയ ശബ്ദം, വനങ്ങളെ തോലിരിക്കുന്ന ശബ്ദം, ഓ ജീസസ്, മാൻപേടകളെ പ്രസവിപ്പിക്കുന്ന ശബ്ദം ഇന്നിതിനകത്ത് ശക്തിയോടെ മുഴങ്ങും. യോഹന്നാനെ പത്മോസിലേക്ക് എടുത്തെറിയുന്നു. 1-ാം അധ്യായത്തിൽ 7 സഭയ്ക്കുള്ള ദൂത, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്കിയ. ഈ 7 സഭയ്ക്ക് ഉള്ള ദൂതാണ്
2ഉം 3ഉം അധ്യായം. 1-ാം അധ്യായം സ്വർഗത്തെക്കുറിച്ചുള്ള, സ്തോത്രം, സ്വർഗത്തിലിരിക്കുന്നവനെ കുറിച്ചുള്ള വെളിപ്പാടാ. 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി വെള്ളോടിന് സദൃശ്യമായ കാലുള്ള മുഖം 1000 സൂര്യനെ പോലെ ശോഭിക്കുന്നവൻ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്തുള്ളത്. ഹല്ലേലൂയ. ആ തേജസ്സിലിരിക്കുന്ന ദൈവപുത്രന്റെ വെളിപ്പാടാണ് 1-ാം അധ്യായത്തിൻ്റെ 12, 13, 14 വാക്യങ്ങൾ. 2-ാം അധ്യായം മുതൽ 7 സഭയ്ക്ക് ദൂത് കൊടുക്കുക. അതിനകത്ത് ദൈവത്തിന് സ്തോത്രം 5-ാമത്തെ സഭയ്ക്കകത്താണ് നമ്മൾ വന്നു നിൽക്കുന്നത്, സർദീസിലെ സഭ. ഹല്ലേലൂയ. വായിക്കാം 1-ാം വാക്യം. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഒന്ന് കൈ കൊടുത്ത് വെച്ച് പറ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നുണ്ടെന്ന്. എൻ്റെ പൊന്നു ബ്രദറെ, ദൈവം നിന്റെ പ്രവൃത്തി അറിയുന്നുണ്ട്. അച്ഛാ, അറിയുന്നുണ്ട്. അത് പറഞ്ഞപ്പോൾ എന്നാ ഒരു ചൂളിച്ച പോലൊക്കെ. ഒരിക്കലും യോസഫിൻ്റെ അടുക്ക ചേട്ടന്മാരെല്ലാം കൂടെ വന്നേച്ച് പറഞ്ഞു, ഞങ്ങൾ പരമാർത്ഥികൾ. ഉടുപ്പ് വലിച്ചൂരി പൊട്ടക്കുഴിക്കകത്ത് ചവിട്ടി താത്തേച്ചാ വന്ന് ഞങ്ങൾ. മനസ്സിലായവർക്കായി സ്തോത്രം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അടുത്ത കേട്ടോ, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകും. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും മരിച്ചവനാകും. നീ മരിച്ചവനാകുന്നു. ഒരു നല്ല ആമീൻ പറഞ്ഞാണ്. പേരുകൊണ്ട് ജീവിക്കുന്നവൻ അനുഭവം കൊണ്ട് മരിച്ചവൻ. ആമേൻ. ഞാൻ നൂർന്ന് പറയാം, നിന്റെ ആത്മീക ജീവിതം മന്ദമായി കിടക്കുന്നെങ്കിൽ ഇന്ന് അതിന് ജീവൻ വെപ്പിക്കുന്ന ദിവസമാകട്ടെ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ വന്ന കാറ് വലുതാണെന്നല്ല ചോദ്യം, നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന ബാങ്ക് ബാലൻസ് വലുതാണെന്നല്ല ചോദ്യം, നിങ്ങൾ കർത്താവിന് സ്തോത്രം നിങ്ങളുടെ പോക്കറ്റിൽ എത്ര ATM കാർഡ് ഉണ്ടെന്നല്ല, നീ ഇവിടെ സംസാരിക്കുന്ന കൊച്ചു കാര്യം വരെ സെക്കൻഡുകൾക്കകം ദൈവത്തിൻ്റെ കയ്യിലെത്തുന്നുണ്ട്. എനിക്കറിയാം, നീ പറയുന്ന നിസ്സാര വാക്ക് വരെ എൻ്റെ ദൈവം റെക്കോർഡ് ചെയ്തിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ അതിന് മറുപടി നിന്റെ കൈകളിൽ ദൈവം എത്തിക്കും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാം, ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. നിനക്ക് ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ശ്രദ്ധിച്ചു നോക്കിയേ. കാരണം നിങ്ങൾ വന്ന കാറ് വലുതാണെന്നല്ല ചോദ്യം, നിങ്ങളുടെ പേരിൽ എത്ര FD ഉണ്ടെന്നല്ല ചോദ്യം, നിന്റെ ആത്മമനുഷ്യനിൽ ജീവനുണ്ടോ? ഉണ്ടോ? വചനം വായിക്കുമ്പോൾ നിനക്ക് കോട്ടുവാ വരുമല്ലോ, സീരിയല് കാണുമ്പം കണ്ണുനീര് വരുമല്ലോ. തിരിച്ചല്ലേ വേണ്ടിയേ? വചനം വായിക്കുമ്പം കരച്ചിലും സീരിയൽ കാണുമ്പം കോട്ടുവായുമല്ലേ വരണ്ടേ? എന്നാ കാര്യം? നിന്റെ ആത്മമനുഷ്യൻ ദൈവത്തിന് സ്വന്തം ചത്ത് കിടക്കുക, അതിനെ ജീവിപ്പിക്കുന്ന ഇന്നത്തെ വചനം. കുഞ്ഞെ, ആത്മീകത്തിന് വില കൊടുക്ക്. മറ്റൊന്നും നിൽക്കത്തില്ല. നിൽക്കുമെന്ന് നീ പറഞ്ഞതൊന്നും നിൽക്കത്തില്ല. ആത്മീകത്തിന് സ്ഥാനം കൊടുക്ക്, അതേ നിലനിൽക്കത്തുള്ളൂ. ഒരഭിനയം നിൽക്കത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ അഭിനയം പൊളിഞ്ഞിരിക്കും. ഞാൻ പറയുമായിരുന്നു, എവിടെ വേണേ അഭിനയിച്ചോ, കർത്താവിൻ്റെ മുമ്പിൽ മാത്രം. വേദോത്സവത്തിന് ആദ്യ അഭിനയത്തിന് അവാർഡ് കൊടുത്താൽ യാക്കോബിന് കൊടുക്കും. ഒരാമ്യം വരുന്നില്ല. മിമിക്രിയൊക്കെ പഠിച്ച അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങോട്ട് നോക്കാം. സ്തോത്രം. ചേട്ടൻ്റെ ഉടുപ്പിട്ട് സ്തോത്രം സ്വരം മാറ്റി ആടിൻ്റെ രോമം വെച്ച് കെട്ടി വന്നച്ച് അപ്പം ചോദിച്ചു, ആരാടാ നീ? തരം ഞാൻ യേശാവ. അപ്പം പറഞ്ഞ് സ്വരം കെട്ടിട്ട് യാക്കോബാൻ തോന്നല്ലോ, തൊട്ടപ്പ യേശാവ്. ഇങ്ങനെ ചിലർ മിണ്ടിയ യാക്കോബ്, തൊട്ട യേശാവ്. ഞാൻ വിടുക. അഭിനയം പ്രാപിച്ച് അനുഗ്രഹം വാങ്ങിച്ച് പോയ വഴിക്ക് നമ്മുടെ സഭയെ കയറി സാക്ഷ്യം പറഞ്ഞാൽ പോയത്, ദൈവം എനിക്ക് നല്ലവനായിരുന്നു, വല്ലഭനായിരുന്നു, എന്നെ അറിഞ്ഞ് ദൈവം അനുഗ്രഹിച്ചു. സ്തോത്രം. യാക്കോബേ, അനുഗ്രഹം കറക്റ്റാ, പക്ഷെ അഭിനയത്തിന് വില കൊടുത്താലേ പറ്റൂ. നേരെ പെണ്ണ് കാണാൻ ചെന്നു. പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ സാധാരണ ലഡുവും കേക്കും ഒക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെയല്ലേ? കണ്ട മിണ്ടുന്നില്ല. ഇരിപ്പ് കണ്ട പെണ്ണ് കണ്ട് ഊപ്പാട് വന്നിട്ടില്ലേ കെട്ടിയത്. നാളെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ നമ്മുടെ സഭയിൽ ഒരു ബ്രദർ പറയാ, 16 കണ്ട് 17ാമതായി ഇവിടെ കെട്ടിയെന്ന്. ഇപ്പം ഭാര്യ പറയാ, പാസ്റ്ററെ കൂടെ പറയും 15ാമത്തെ ആയിരുന്നു നല്ലതെന്ന്. പോട്ടെ, അതും വിടുക. അപ്പം ലഡുവും കേക്കും കൊണ്ടൊരു പെങ്കൊച്ചു കണ്ടു. ചിരിയൊക്കെ ഉഗ്രനായിരുന്നു. പക്ഷേ കല്യാണം കഴിക്കാൻ വന്നപ്പോൾ മുഖം മൂടിയാ വന്നേ. സ്തോത്രം. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ മനസ്സിലായത്, പെണ്ണ് കണ്ടത് ഒരു പെണ്ണിനെയും കെട്ടിയത് വേറൊരു പെണ്ണിനെയും.
അഭിനയമായിട്ട് അങ്ങോട്ട് ചെന്ന അഭിനയത്തിൻ്റെ കലവറയിലാണ് ചെന്ന് കയറി. തുറന്നു പറയാം, അഭിനയിക്കരുത് ആരാധനയിൽ. സ്തോത്രം. പ്രാർത്ഥന അഭിനയമാകരുത്, അനുഭവമാകണം. ഒരാമീൻ പറഞ്ഞാട്ട്. പെന്തിക്കോസ് ഫീൽഡ് അതമ്പതിക്കാൻ കാരണം അപ്പന്മാർ അനുഭവത്തോടിറങ്ങി. മക്കൾ ദൈവത്തിന് സ്തോത്രം അതിനെ അനുകരിക്കാൻ തുടങ്ങി. അവരുടെ മക്കൾ അത് അഭിനയമാക്കാൻ തുടങ്ങി. ആത്മീകം അനുകരണമല്ല, അഭിനയമല്ല, അത് അനുഭവമാണ്. അത് മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ജീസസ് വോയിസിലെ ആരാധന നിർത്താത്തതിന്റെ രഹസ്യം അറിയാമോ? ഇവിടെ അനുകരണമില്ല, അഭിനയമില്ല, ഇവിടെ അനുഭവമേ ഉള്ളൂ. തിരിച്ചറിയുന്നവർ ഒന്ന് ചാമിയും പറഞ്ഞാട്ട്. ഏതറിയാത്തവനും ആരെ അറിയാതെ സ്തോത്രം പറയാൻ കാരണം അതവന്റെ അനുഭവമാണ്. അപ്പൊ നീ ജീവനുണ്ടെന്ന് പേരുണ്ടെങ്കിലും നീ ആരാകുന്നു? മരിച്ചവനാകുന്നു. ഒന്ന് കൈ കൊടുത്തിട്ട് പറ, ജീവൻ വെപ്പിക്കണമെന്ന് പറ. അടുത്ത വാക്യം കൂടെ തീർന്നില്ല. ആകയാൽ നീ ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക. ഉണർന്നുകൊള്ളുക. ഒന്ന് കൈ കൊടുത്തേച്ച് പറ, ഉണർന്നുകൊള്ളുക പറ. ഞാനൊരു ദൈവശബ്ദം നിന്നോട് പറയാം. നീ ഉണരാൻ സമയം ആയി. ഒരാമീൻ പറഞ്ഞാട്ട്. നിന്റെ ജീവിതത്തിൽ ചിലതിനെ നീ ഭേദിക്കാൻ സമയമായി. ഇന്ന് പകൽ ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുക, ആത്മീക മന്ദത വിട്ട് ഇന്ന് പകൽ നീ ഉണര. മോളെ എന്താ പേര്? എൻ്റെ പേര് അനു. അനു എവിടുന്നാ വരുന്നേ? ഞാൻ കോട്ടയത്തുനിന്നാ. എത്ര നാളായിട്ട് മോക്ക് ഈ ബ്രസ്റ്റിൽ തടിപ്പുണ്ടായിരുന്നു? 4 വർഷം. 4 വർഷമായി. ഇവിടെ വരുമ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പൊ ആമി പ്രാർത്ഥന കഴിഞ്ഞപ്പോഴോ? ഇല്ല. ഇപ്പോൾ ആമി മുഴ അവിടെ ഇല്ല. 4 വർഷം കൊണ്ട് നടന്ന മുഴ 4 സെക്കൻഡ് കൊണ്ട് യേശു എടുത്തു മാറ്റി. ആമി ഇന്നും അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. മോളെ, മുഴ മാറിയത് മാത്രമല്ല, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവാ. ഇന്നലെ എൻ്റെ കൂട്ടുകാരി 1 മണിക്കൂർ ഫോണിലൂടെ എന്നോട് സംസാരിച്ച് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് ഇവിടെ വന്നതാണ്. അവിടെ ഒരിക്കലും അവിടെ മൊബൈലിൽ പൈസ ഉണ്ടാകുന്നില്ല. പക്ഷെ 1.5 മണിക്കൂർ എന്നോട് സംസാരിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നീ വരണമെന്ന് പറഞ്ഞു. അവൾ മോഹനെ ഞാൻ ഇവിടെ വന്നു. നോക്കിയേ, 4 വർഷമായി നെഞ്ചത്ത് വന്ന മുഴ നിമിത്തം ഒത്തിരി സങ്കടപ്പെട്ടിരുന്നവളെ 1.5 മണിക്കൂർ ഇവിടെ കൂട്ടുകാരി സംസാരിച്ച് നിർബന്ധിച്ച് കൊണ്ടുവന്നതാ. യേശു അവളെ തൊട്ടു. നിങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അഭിഷക്തന്മാർ കൈവച്ച വിടുതലാണ്. ഹല്ലേലൂയ. സന്തോഷമായ മോളെ? നീ ലോകം മൊത്തം നടന്ന് യേശുവിനെ കുറിച്ച് പറയണം. അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഇന്ന് കേട്ട വചനം നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കൈകൾ TV സ്ക്രീനിന് നേരെ നീട്ടുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ എന്നോട് ചേർന്ന് വിശ്വാസത്താൽ TV സ്ക്രീനിലേക്ക് കരങ്ങൾ നീട്ടിയ ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനം ഇപ്പോൾ തന്നെ അവരിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങൾ കൊണ്ടവരെ അലട്ടുന്ന പൈശാചിക ശക്തികൾ, രോഗത്തിൻ്റെ ബാധകൾ, അന്ധകാര ശക്തികൾ, ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഭയങ്കര വിടുതൽ സംഭവിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക. കർത്താവേ, രോഗികളെ നിന്റെ കൈ തൊടണം, ശാപങ്ങളെ അഴിക്കണം, പൈശാചിക മണ്ഡലങ്ങളെ പൊട്ടിക്കണം, അത്ഭുതങ്ങൾ ചെയ്യണം. പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കോട്ടയം KPS മേനോൻ ഹാളിൽ വരിക. എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മുതൽ 2 വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മുതൽ 9 വരെയും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ വരിക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. ബ്രദർ അനി ജോർജിനെ നേരിൽ കണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ പങ്കുവെക്കുവാൻ ജീസസ് വോയിസ് ചർച്ച് കോട്ടയം അവസരമൊരുക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8 മണി മുതൽ 11 മണി വരെ കോട്ടയം KPS മേനോൻ ഓഡിറ്റോറിയത്തിൽ കൗൺസിലിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ളവർ
താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക.